ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ദിസ് ഇസ് മീ യുവർ അർജുൻ. അപ്പോൾ കുറച്ച് സെലിബ്രിറ്റീസ് 2-3 ദിവസമായിട്ട് അവരുടെ ഇൻസ്റ്റാഗ്രാം സ്റ്റോറീസിൽ ഇത് പർട്ടിക്കുലർ സ്റ്റോറി ഇടുന്നു. ഞാനത് കണ്ടു, പക്ഷേ എന്താണ് കാര്യം, എന്താണ്, എങ്ങനെയാണെന്നൊന്നും മനസ്സിലായിട്ടില്ല. അങ്ങനെ ഞാൻ കുറച്ച് നേരം ഒന്ന് ടൈം എടുത്ത് നിന്നൊന്ന് ആലോചിച്ച് എല്ലാം കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് മനസ്സിലായത്. ഇതാ ഇതാണ് ആ സ്റ്റോറി. ഞാൻ നിങ്ങൾക്ക് കുറച്ചൊന്ന് സൂമായിട്ടൊന്ന് കാണിച്ചു തരാം. ഞാനത് വായിച്ച് കേൾപ്പിച്ചു തരാം, അതായിരിക്കും നിങ്ങൾക്ക് കുറച്ചുകൂടെ കൺവീനിയൻറ്റ്. ഞാൻ എന്തായാലും ട്രാൻസ്ലേറ്റ് ചെയ്യുന്നില്ല, ഞാൻ ജസ്റ്റ് ഒന്ന് വായിച്ചു പോവാണ്. ഗൈസ്, this case is actually very serious. I have all the details about it, that how this rape case is being manipulated to a suicide case. They destroyed the CCTV footages. They forced their parents to burn her body as soon as possible to destroy the evidence. She had multiple fractures. The semen of 2 people were found in her body. Guys, അപ്പോൾ ഇതാണ് സംഭവം എന്താണെന്ന് ഞാൻ ഐസായിട്ടൊന്ന് പറഞ്ഞുതരാം. കൊൽക്കത്തയിലെ ഒരു ഹോസ്പിറ്റലിൽ സെക്കൻഡ് ഇയർ PG സ്റ്റുഡൻറ്റ് സൂയിസൈഡ് ചെയ്യാനിടയായി. അങ്ങനെയാണ് ആദ്യകാലത്ത് വന്നിരുന്ന റിപ്പോർട്ടുകൾ. പക്ഷേ കുറച്ച് നേരം കഴിഞ്ഞു, കുറച്ചായിട്ട് കാര്യങ്ങളെല്ലാം നടന്നു വരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഈ ബോഡി അവർ പോസ്റ്റ്മോർട്ടം ചെയ്തപ്പോൾ ആ പെൺകുട്ടിയുടെ വെജേനയിൽ നിന്ന് 2 ആൾക്കാരുടെ, അതായത് മൾട്ടിപ്പിൾ ജീൻഡ് സ്പെംസ് കണ്ടെത്താനിടയായി. അത് ജസ്റ്റ് ഒന്ന് എക്സാമിൻ ചെയ്തപ്പോൾ അവർക്ക് മനസ്സിലായത് അത് ഒന്നല്ല 2 ആൾക്കാരുടെ സെമനാണ്. മൾട്ടിപ്പിൾ GNA സ്പെംസ്, 2 GNA ഉള്ള 2 കപ്പിൾ ഓഫ് സ്പെം. അങ്ങനെ അവരത് എക്സാമിൻ ചെയ്തു, ആൾക്കാരെ വരെ കണ്ടെത്തി. പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും ഗൈസ്? നമ്മുടെ നാട്ടിലുള്ള ഭരണഘടനയിൽ തന്നെ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റം തിരുത്തൊക്കെ ഉണ്ട്. അതിലൊരു വലിയ കാര്യമാണ് പൈസ ഉള്ളവനോ പൊളിറ്റിക്കൽ ഹോൾഡ് ഉള്ളവനോ എന്ത് തന്തയില്ലായ്മ വേണോ കാണിക്കും. അങ്ങനെ കാണിക്കുന്നവനാണ് ഇവിടുത്തെ രാജാവ്, അങ്ങനെ കാണിക്കുന്നവനാണ് ഇവിടുത്തെ വലിയവൻ. പക്ഷെ ഈ കുട്ടികൾ വെറുതെ ഇരുന്നില്ല. സ്വന്തം കൂടപ്പറപ്പ്, സ്വന്തം സഹപാഠിക്ക് ഇങ്ങനത്തെ ഒരു ബുദ്ധിമുട്ട് വന്നപ്പോൾ ഇവര് നേരെ ആ ഹോസ്പിറ്റലിന്റെ CCTV ഫുട്ടേജസും കാര്യങ്ങളും എല്ലാം തപ്പാൻ വേണ്ടി ഇറങ്ങി. പക്ഷേ അവിടെയും ഞാൻ പറഞ്ഞില്ലേ, പൊളിറ്റിക്കൽ മൈൻഡ്, അവരുടെ പൊളിറ്റിക്കൽ മൈൻഡ് അവിടെ വർക്ക് ചെയ്തു. അവരവിടെയും കാണിച്ചു കൂട്ടി. എന്ത്? എല്ലാം ഡിലീറ്റ് ചെയ്യിപ്പിച്ചു. ഒരു ഫുട്ടേജ് പോലും ഇല്ലാതെ എല്ലാം ഡിലീറ്റ് ചെയ്യിപ്പിച്ചു. ഇതില് ഞാൻ ബാക്കിയുള്ള കുറച്ചും കൂടെ വായിച്ചു തരാം, അപ്പൊ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാവും. ഞാൻ ബാക്കിയുള്ള കുറച്ച് കാര്യങ്ങളും കൂടെ വായിക്കാൻ എനിക്ക് തോന്നുന്നു. Her vagina was bleeding. Her clothes were turned and they say she committed suicide. ഒരാൾ സൂയിസൈഡ് ചെയ്തതാണെന്ന് പറയുന്നു, പക്ഷേ അവളുടെ വെജേന ബ്ലീഡഡ് ആയിരുന്നു, ടോട്ടലി ബ്ലീഡഡ് ആയിരുന്നു. അതേ കണക്ക് അവളുടെ ക്ലോത്ത്സ് എല്ലാം വലിച്ചു കീറപ്പെട്ട രീതിയിലുമായിരുന്നു. ഒരു കുട്ടി സ്വന്തം ശരീരം വലിച്ചു കീറിയിട്ട് സ്വന്തം വെജേന ബ്ലീഡഡ് ആയതിൻ്റെ കാരണത്താൽ സൂയിസൈഡ് ചെയ്തു എന്ന് ഐ ഡോണ്ട് നോ എന്താണ് എന്ന്. Why is the CCTV footages are destroyed? If she committed suicide, it's crystal clear that she was raped and someone with a good political connection is the person behind it. ഞാൻ പറഞ്ഞില്ലേ, the on and only political might. സത്യമായ കാര്യം, ഇറ്റ്സ് ആൻ on and only political mind. അവരുടെ പൊളിറ്റിക്കൽ മൈൻഡ് ഉള്ളത് കൊണ്ട് മാത്രമാണ് അവർ ഇങ്ങനെയൊക്കെ കാട്ടിക്കൂട്ടിയിട്ട് ആ CCTV ഫുട്ടേജസും ഡിസ്ട്രോയ് ചെയ്തത്. ഇതൊന്നും അറിഞ്ഞിട്ട് അവർ CCTV പോയി, അത് പോയി, ഇത് പോയി എന്ന് പറഞ്ഞിട്ട് അവർ മിണ്ടാതൊന്നും ഇരുന്നിട്ടില്ല. അവർ ഇപ്പോഴും പ്രൊട്ടസ്റ്റ് നടത്തുകയാണ്. എന്തിനു വേണ്ടി? സ്വന്തം സഹപാഠിക്ക് നീതി കിട്ടാൻ വേണ്ടി. ഇതുപോലെ പല കേസസ് നമ്മൾ കാണുന്നുണ്ട്, പല കേസസ് അറിയുന്നുണ്ട്. ബട്ട് ഇച്ചിരി കടന്ന കൈയായി പോയി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഗൈസ്. കാര്യം ആ വാക്കൊക്കെ പണ്ടേ വിട്ട വാക്കുകളാണ്. ഇതേപോലുള്ള എന്തും എവിടെയും ലേശം പൊളിറ്റിക്കൽ പവർ ഉണ്ടെങ്കിൽ കാണിച്ചു കൂട്ടാം എന്ന് അറിയാവുന്നുള്ള, അല്ലെങ്കിൽ എന്ന് മാത്രം മൈൻഡിലുള്ള തന്തയില്ലായ്മ കാണിക്കുന്ന മൈരന്മാരോട് എന്ത് ചെയ്യണം എന്ന് എനിക്കറിയില്ല. ഞാൻ ഇപ്പോൾ ഈ വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്യുന്നു. ഈ വീഡിയോയുടെ ഭാഗമായിട്ട് ബാക്കി എന്ത് വരാൻ പോകുന്നു, അതിൻ്റെ പിറകിൽ നിന്ന് എന്ത് ഏണിയാണ് വരാൻ പോകുന്നതെന്ന് എനിക്കറിയാൻ പാടില്ല.
ബട്ട് ആ ഏണി എന്ത് തന്നെ ആയാലും ഞാൻ ചെയ്യുന്ന വീഡിയോ ആണ്, എൻ്റെ ഓൺ വോയിസ് ആണ്. സോ അത് ഇപ്പോൾ അത് വല്ല കിട്ടിക്കഴിഞ്ഞാൽ തിരിച്ചിട്ട് അലക്കാനായാലും ഇനി അതിൻ്റെ വില എനിക്ക് എന്തെങ്കിലും വരികയാണെങ്കിൽ നോക്കാനായാലും എനിക്കറിയാം. പിന്നെ വേറെ വലിയ കാര്യം ഞാൻ മുന്നത്തെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഐ ഡോണ്ട് കെയർ അബൌട്ട് മൈ വീഡിയോ ആൻഡ് ഐ ഡോണ്ട് കെയർ അബൌട്ട് എനിത്തിങ്. അതാണ് ഞാൻ. സോ ഞാനിപ്പോൾ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഈ മ്യൂട്ടഡ് ആയിട്ടിരിക്കുന്ന സമൂഹത്തെയാണ് നമ്മൾ എല്ലാവരും ജീവിക്കുന്നത്. ഒരു കാര്യം കാണുമ്പോൾ അത് അയ്യോ അത് എൻ്റെ വീട്ടിലല്ലല്ലോ, അയ്യോ അത് അവിടെയല്ലേ, അത് ഇവിടെയല്ലേ എന്ന് പറഞ്ഞ് മ്യൂട്ടായിട്ടിരുന്ന് അതിനെ കണ്ടില്ല എന്ന് വിചാരിച്ചിരിക്കുന്ന പല ആളുകളും നമ്മുടെ കൂട്ടത്തിലുണ്ട്. പ്ലീസ് ഗായ്സ്, അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ആ ശല്യം നിന്നൊന്ന് പുറത്തു വരിക. കാണുന്ന കാര്യം തെറ്റാണെങ്കിൽ തെറ്റെന്ന് തന്നെ വിളിച്ചു പറയാൻ ശ്രമിക്കുക. അതേ കണക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത ഒരു കാര്യമാണെങ്കിൽ അത് എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല, അത് ജെന്യൂൻ കാര്യമാണെങ്കിൽ മാത്രം, അല്ലെങ്കിൽ അയ്യോ അവ എന്നെ പിച്ചി അല്ലെങ്കിൽ ഇവ എന്നെ തോണ്ടി അതെനിക്ക് ഇഷ്ടപ്പെടുന്നില്ല എന്നല്ല. നിങ്ങൾ ചെയ്യുന്ന അല്ലെങ്കിൽ നിങ്ങൾ കാണുന്ന ഒരു കാര്യം, ഒരു പെൺകുട്ടിയെ അബ്യൂസ് ചെയ്യാൻ ശ്രമിക്കുകയാണ്, അല്ലെങ്കിൽ വഴിയിൽ വെച്ച് എന്തെങ്കിലും മോശമായിട്ട് ഇപ്പൊ മാല പൊട്ടിക്കുക, അങ്ങനത്തെ എന്തെങ്കിലും, ഇപ്പോൾ നമുക്കറിയാമല്ലോ പല പല കേസസ് ഉണ്ട്. അങ്ങനെ എന്തെങ്കിലും ഒരു കേസ് നിങ്ങളുടെ കണ്ണിൽ പെടുകയാണെങ്കിൽ നിങ്ങൾ ആ സമയം ചെയ്യേണ്ടത്രേ ഉള്ളൂ, റിയാക്ട് ചെയ്യുക. നിങ്ങൾക്ക് പറ്റുന്നത് പോലെ എടുത്തങ്ങ് റിയാക്ട് ചെയ്യുക. കയ്യിൽ കുടയാണോ എടുത്തെറിയുക, താഴെ കല്ല് കിടപ്പുണ്ടോ എടുത്ത് തലക്കടിച്ചു കൊടുക്കുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുക. നമ്മളെ കൊണ്ട് പറ്റുന്ന നമ്മൾ ചെയ്യണം ഗൈസ്. അല്ലെങ്കിൽ റിയാക്ട് ചെയ്യുക, തിരിച്ച് സംസാരിക്കുക. ഒന്നുമില്ലെങ്കിൽ വായിൽ നാക്കുണ്ടല്ലോ, കിടന്ന് അയ്യോ പൊത്തോ പൊത്തോ എന്ന് വിളിച്ചിട്ട് നാളെ ആളെങ്കിലും കൂട്ടുക. അവന്മാർ രക്ഷപ്പെടുന്നതിന് മുൻപേ ആയിരിക്കണം. പക്ഷെ ഇതല്ല, ഇപ്പൊ ഒരു കാര്യം കണ്ട റിയാക്ട് ചെയ്യാതെ അതവിടെയല്ലേ, എൻ്റെ വീട്ടിലൊന്നും അല്ലല്ലോ നടന്ന്, അതോ അപ്പുറത്തല്ല അതിപ്പുറത്തല്ല എന്ന് വിചാരിച്ച് കിടക്കുന്ന ഒരു സമൂഹത്താണ് നമ്മൾ ജീവിക്കുന്നത്. അത് മാറണം ഗൈസ്. നമ്മുടെ ഷെല്ല് പൊളിച്ച് നമ്മൾ വെളിയിൽ വരാൻ ചെയ്യണം. നമ്മുടെ ഒപ്പീനിയൻ, അല്ലെങ്കിൽ നമുക്ക് എന്താണോ കൺവീനിയൻറ്റ്, നമുക്ക് എന്താണോ കംഫർട്ട് സോൺ, ആ കംഫർട്ട് സോണിൽ തന്നെ നിൽക്കുകയും വേണം. ഇതുപോലുള്ള തന്തയില്ലായ്മ കണ്ടു കഴിഞ്ഞാൽ തിരിച്ച് റിയാക്ട് ചെയ്യുകയും വേണം. ഇവനെയൊക്കെ ഞാൻ ഒരു വീഡിയോ കാണിച്ചു തരാം. ഇത്രയും പിള്ളേരുണ്ടാ കോളേജിൽ, സ്വന്തം സഹപാഠിക്ക് ഒരു വിഷയം വന്നപ്പോൾ കട്ടയ്ക്ക് നിന്ന പിള്ളേരാ. ഈ പിള്ളേരുടെയൊക്കെ ഇടയിൽ ഇവനെയൊക്കെ പിടിച്ചങ്ങ് എടുത്ത് ഇട്ട് കൊടുക്കുക, ചവിട്ടി മെതിച്ച്. നമ്മൾ പൊറോട്ടയ്ക്ക് മാവ് കുഴയ്ക്കുന്നൊക്കെ നമ്മൾ പണ്ട് എന്താ പറയുക യൂട്യൂബിലൊക്കെ ചില ഫണ്ണി വീഡിയോസ് ആയിട്ട് കണ്ടിട്ടില്ലേ, കാല് വെച്ചൊക്കെ ചവിട്ടി കുഴയ്ക്കുന്നു. അതേ കണക്ക് പിന്നെ ചവിട്ടി അരക്കി തന്നെ ചെയ്യണം. ഇവനെ ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെയുള്ള ഒരുത്തന്മാരെയും വെടിവെച്ചോ തല്ലിയോ ഒന്നും കൊല്ലാൻ പാടില്ല. നാട്ടുകാർക്ക് വിട്ടുകൊടുക്ക്. അവന്മാർക്കറിയാം, നാട്ടുകാർക്കറിയാം ഇതൊക്കെ എങ്ങനെ കൈകാര്യം ചെയ്യേണ്ടതെന്ന്. ഇപ്പൊ നിങ്ങൾക്ക് തന്നെ അറിയായിരിക്കും, നമ്മുടെ വയനാട് മുലപ്പാല് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് എൻ്റെ താഴെ വന്ന് കൊണയടിച്ച് കുറച്ച് കുഞ്ഞു കുഞ്ഞു ബാലന്മാരെ നമ്മളെ നാട്ടിലെ ചേട്ടന്മാരെ ഒന്ന് പിടിച്ച് പാല് കൊടുത്ത കഥ അറിയാലോ, ഞാൻ ഇനി പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോ അവർക്കറിയാം ഗൈസ്, എന്ത് ചെയ്യണം, എവിടെ ചെയ്യണം, എങ്ങനെ ചെയ്യണമെന്ന് അവർക്കറിയാം. പക്ഷേ അതിനു വേണ്ടി അവർക്കൊരു സോണ് നിങ്ങൾ ചെയ്തു കൊടുക്കുക. ഇവന്മാരൊക്കെ പിടിച്ച് എന്തിനാണ് ഇങ്ങനെ ഉണ്ടയും കൊടുത്ത് കൊണ്ട് ജയിലിട്ട് തീറ്റ കൊടുക്കണേ? എന്തിനാണ് ഇവനെയൊക്കെ പിടിച്ചുകൊണ്ട് എവിടെ പോവാൻ? നേരെ കൊണ്ടുവന്നു എവിടെ? കോർട്ടിൽ കൊണ്ടുവന്ന് പ്രസന്റ് ചെയ്യുന്നു. എസ് യുവർ ഓണർ, നോ യുവർ ഓണർ, അതാണ് ഓണർ, ഇതാണോ ഓണർ. എല്ലാം കഴിയുമ്പോൾ എന്ത് ചെയ്യും? ഓക്കെ നിനക്ക് ജീവപര്യന്തം പോ, നിനക്കും ജീവപര്യന്തം, നീയും പോ എന്നും പറഞ്ഞ് ഇങ്ങനെ എഴുതി വിടുകയല്ലേ ചെയ്യുന്നുള്ളൂ. ചുമ്മാ ജയിലിൽ ചെന്നിട്ട് എന്താണ് ചെയ്യുന്നത്? അവിടെ ചെല്ലും, വീണ്ടും വായി ആവശ്യത്തിന് അടിച്ചങ്ങ് കയറ്റും. അടിച്ചു കയറ്റി നല്ല പെരുക്കത്തിൽ ഇവന്മാര് വെളിയിറങ്ങിയിട്ട് ഇവന്മാരെന്താ നല്ല പണിക്ക് പോകുമോ? ഇല്ല, ഇവന്മാർ ഇതിന്റെ അപ്പുറം കാണിക്കും. സോ അതിനൊക്കെ എന്തിനാ വെച്ചിരിക്കണേ? ഗവൺമെന്റിന് മറ്റേ തീറ്റ കൊടുക്കുന്നതും ബുദ്ധിമുട്ടല്ലേ? എടുത്തങ്ങ് ഇട്ട് കൊടുക്കുക, ചവിട്ടി മെതിച്ച് ഇവന്മാരെ എടുത്ത് അങ്കാവടിയാക്കി വിടണം. വേറെ ഒന്നും പറയാനില്ല കാര്യമായിട്ട്. സോ എൻ്റെ വീഡിയോ ജസ്റ്റ് ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുന്നു. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ജസ്റ്റ് എന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക, അതേപോലെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് അടുത്തൊരു വീഡിയോ വരുന്നത് കാത്തിരിക്കുക. ജസ്റ്റ് ഐ എം സൈനിങ് ഓഫ്. ബൈ.